ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കടയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വെട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ചക്ക കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വെക്കാൻ ടൈമില്ല, പിന്നെ കടയിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ പോരലുണ്ട് കേട്ടോ. ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ വരലുണ്ട്. അതിനുശേഷം വീണ്ടും 9 മണിക്ക് വീണ്ടും പോകും കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ വന്നതാണ്. അപ്പോൾ ചക്കയൊക്കെ അമ്മയും കുട്ടികളും കൂടിയിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയും കുറച്ച് ചക്കക്കുരുവൊക്കെ നന്നാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെക്കണം. അപ്പോൾ അമ്മ ഇവിടെ രാവിലേക്കുള്ള അരി അരക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ കുക്കറിന് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പത്ത് വെക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഗ്യാസുമ്മ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കുക്കർ എടുക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇതിന് ഭയങ്കര ഉയരാണ്. അപ്പോൾ ഇതിൽ ഇളക്കാനും മറിക്കാനും ഒക്കെ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് അധികം എടുക്കൂല. ഒരു 2 കിലോ നെയ്ച്ചോറൊക്കെ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയല്ലേ, അപ്പോൾ പഞ്ചച്ചക്ക എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ചക്കയ്ക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്ത ചക്കയാണ്, കണ്ടിട്ട് നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4-5 വിസിലടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനും അമ്മയും കൂടിയും പച്ചക്കറികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ നാളത്തേക്കുള്ള. അപ്പം മല്ലിച്ചപ്പും പുതിനയൊക്കെ അതിൻ്റെ പിന്നെ മണ്ണൊക്കെ കളഞ്ഞിങ്ങനെ എടുത്ത് വയ്ക്കാൻ രാവിലേക്ക് ഒന്നും കൂടി എളുപ്പമാകുമല്ലോ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇതാ ഒരു ചക്കപ്പണിയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. എത്രങ്ങാനും പാത്രങ്ങളാണ് നിരന്നിട്ട് അറിയോ. അപ്പോൾ കണ്ണ സ്കൂളത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു കവറിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇനി ഇത് അങ്ങനെ കാണിച്ചിട്ട് ഫ്രിഡ്ജിക്ക് വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ചക്കയിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ നാളികേരമൊക്കെ ചിരകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കാന്താരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് കാന്താരിയൊക്കെ പറിച്ച് വെച്ചിരുന്നു. അപ്പോൾ പൂളയും ചക്കയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കാന്താരി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ കാന്താരി ചേർത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചക്ക വയ്ക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചു. പിന്നെ അരിയൊക്കെ അരച്ച് വെച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതാ അതിനിടയ്ക്ക് ചിപ്സ് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ വീട്ടിൽ നിന്ന് അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അത്. ബേക്കറിനോട് അധികം ഇഷ്ടമല്ല. ബേക്കറിയിൽ പിന്നെ ഇഷ്ടമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ കുറേ കഴിക്കും കേട്ടോ ഞാൻ. അപ്പോൾ ഇപ്രാവശ്യം അത് കഴിക്കാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ അവിടെ എടുത്ത് വെച്ചതാണ്. പണിയെടുക്കണ ഒരു സമയത്ത് ഇങ്ങനെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അല്ലാതെ അപ്പോൾ അതൊന്നും തിന്നാൻ കൂടൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ നാന്തോട്ടിന് എടുത്തത് കണ്ടില്ലേ. അപ്പോൾ അതിന് കാരണമുണ്ട്, ആളൊന്ന് വീണിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം കരഞ്ഞു കേട്ടോ. അപ്പോൾ ആ വാശിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. എൻ്റെ കുട്ടീനെ അങ്ങനെ എടുത്തൊന്നും നടക്കലില്ല കേട്ടോ, പാവമാണ്. അപ്പോൾ ചിപ്സൊക്കെ ഓന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്ക് വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ മീൻ. അപ്പോൾ മീൻ വറക്കലും മീൻ ഒന്ന് കറിയൊക്കെ വെച്ചു. ചക്ക കൂട്ടാനാണെങ്കിൽ ചക്കയ്ക്ക് മീൻ കറിയും വേണമല്ലോ, എന്നാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഈ ഒരു ചക്കയും കറി ആവുകൊണ്ട് ആർക്കും ചോറൊന്നും വേണ്ടി വരില്ല കേട്ടോ. അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും ചക്ക. അതുകൂടെ പ്രാവശ്യം ആദ്യത്തെ ചക്കയല്ലേ. അപ്പോൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഏട്ടൻ പണിയെടുക്കുന്നിടത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതാ ചക്കയ്ക്ക് കറി മീൻ വറുത്തതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ഇതൊക്കെ എടുക്കാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നന്ദൂട്ടനെ അതിൽ ഇഞ്ചി ഇങ്ങനെ മുറിച്ചിടുകയാണ് കേട്ടോ. ആളെ പണി ഇപ്പം തന്നെ തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ കടയ്ക്ക് പോകുമ്പോൾ നന്ദുവിനെ കൊണ്ടുപോകില്ല കേട്ടോ. ഞാനങ്ങനെ പോവും, ഏട്ടൻ വരും കേട്ടോ കൊണ്ടുപോകാൻ. അപ്പോൾ ഇതാ ചക്കയൊക്കെ വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. അപ്പം മരത്തിൻ്റെ ആ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറേ വെള്ളം പാർന്നിരുന്നു കേട്ടോ. അതൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ചക്ക ഇങ്ങനെ അഴച്ച് വെക്കുന്നതാണ് ഏട്ടനൊക്കെ ഇഷ്ടം കേട്ടോ. പിന്നെ അച്ഛനൊക്കെ പുഴുങ്ങണത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കുറേ ചക്ക കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയല്ലേ, അപ്പോൾ ഇങ്ങനെ ലൂസാക്കി വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ ചക്കക്കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് വറുത്തിടണം കേട്ടോ.
അപ്പോൾ നമ്മൾ ആ അരപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിയും കാന്താരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ, അപ്പോൾ അതിനൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലേ അങ്ങനെ വറവിട്ട് കൊടുത്താൽ. ആ ഒരു വറുത്ത സ്മെല്ല് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കണതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ. അപ്പം മക്കളെ പഠനവും ചക്കക്കൂട്ടാൻ വെക്കലും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ നേരം വൈകിട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ചക്കക്കൂട്ടാൻ്റെ മണം കേട്ടിട്ട് കടയ്ക്ക് പോകാൻ തന്നെ തോന്നണില്ല കേട്ടോ. അത് ചൂടോടെ അങ്ങനെ എന്താ പറയുക ഊതി ഊതി കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചക്കയും പൂളയൊക്കെ ആണെങ്കിൽ നല്ല ചൂടിൽ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അമ്മ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി വയ്ക്കും ചൂടാറാൻ വേണ്ടിയിട്ട്. എനിക്ക് വിളമ്പി വയ്ക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ചൂടാക്കും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയായ ചക്കക്കൂട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറയാം ഞാൻ വരാതെ ഈ ചക്കക്കൂട്ടാനെ ആരും തൊടരുത് കേട്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അറിയാം ഈ വന്നിട്ട് തന്നെ വിളമ്പുള്ളൂ, ഞങ്ങൾ ആരും തൊടുന്നില്ല അറിയാം. അപ്പോൾ പിന്നെ കടയിൽ നിന്നൊക്കെ വന്നിട്ട് എല്ലാവർക്കും ചക്കക്കൂട്ടാനൊക്കെ വിളമ്പി. അപ്പോൾ എനിക്കുള്ളത് വിളമ്പിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടെ വിളമ്പാന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചൂടാറാൻ വേണ്ടിയിട്ട് അമ്മ വിളമ്പി വെച്ചിരുന്നു. അങ്ങനെ ഇന്ന് ചക്കയും മീൻകറിയൊക്കെ കൂട്ടി എല്ലാവരും നല്ലോണം കഴിച്ചു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതിൽ നന്ദുട്ടൻ കഴിച്ചിട്ടില്ല കേട്ടോ. നന്ദുട്ടന് എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അറിയില്ല എന്നാണ് തോന്നുന്നത്. പഴുത്ത ചക്കയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ പച്ചച്ചക്ക ഇങ്ങനെ വെച്ചത് ഓൻ അധികം കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുട്ടിയല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വെക്കുമ്പോൾ കഴിച്ചിട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ ഓനിതാ കടയിൽ നിന്ന് വന്നപ്പോൾ വെള്ളപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.